വെൽക്കം ടു മൈ ചാനൽ PSC ട്രിക്സ് ആൻഡ് ഷോർട്ട് കട്ട്സ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ചധികം പോയിൻറ്റ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കൊരു ഭരണഘടന വേണം എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം രൂപീകരിച്ച ഒരു സഭയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ. അത് 1946 ഡിസംബർ 6 രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യ യോഗം കൂടിച്ചേർന്നത് 1946 ഡിസംബർ 9, അതായത് രൂപീകരിച്ച ശേഷം 3 ദിവസം കഴിഞ്ഞത്. ആ യോഗത്തിൽ പങ്കെടുത്തത് 207 പേരായിരുന്നു. ഡൽഹി പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ആ യോഗം നടന്നത്. അതിലാദ്യം സംസാരിച്ചത് JB കൃപാലിനിയാണ്. പിന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അതിൽ അംഗങ്ങളായിരുന്നത് 389 പേരാണ്. അതിൽ 17 സ്ത്രീകളുണ്ടായിരുന്നു. പിന്നെ മലയാളികളായിരുന്നത് ആ ഒരു നിയമസഭയിലെ മലയാളികളായിരുന്നതും 17 പേരാണ്. അതിൽ 3 സ്ത്രീകളും 14 പുരുഷന്മാരുമായിരുന്നു. നിയമനിർമ്മാണ സഭയിലെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു. സ്ഥിരം അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഈ യോഗം കൂടിച്ചേർന്ന സമയത്ത് ഒരു താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് ഇന്ത്യൻ ഭരണഘടനയുമാണ്. അലിഖിത ഭരണഘടനയാണെങ്കിൽ അത് ബ്രിട്ടൻ്റെയാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അത് അമേരിക്കയുടെയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റികളുടെ എണ്ണം 22. പിന്നെ ഭരണഘടന രൂപീകരിച്ചത് 1950 ജനുവരി 26. ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.